ഇന്ന് നമ്മുടെ ചാക്കോച്ചൻ, ആന്റണി വർഗീസ്, പെപ്പെ, അർജുൻ അശോകൻ എന്നിവരൊക്കെ പ്രധാന വിഷയത്തിലെത്തിയ ചാവേർ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. ടിനു പാപ്പച്ചനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാവേർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നത് കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചു നോക്കാം. പടം ടിനു പാപ്പച്ചൻ്റെ പടമായിട്ട് തന്നെയാണ് നമ്മൾ വന്ന് കണ്ടത്. അപ്പം മറ്റുള്ള പടത്തെ അപേക്ഷിച്ച് അത്രയും ഇത് തോന്നിയില്ലെങ്കിലും പക്ഷേ ഓരോ ഫ്രെയിമും നല്ല അടിപൊളി ഫ്രെയിമാണ് വെച്ചേക്കുന്ന. എല്ലാ ഫ്രെയിമും നല്ല ഫ്രെയിമാണ്. പിന്നെ കഥ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ടൈറ്റിലിനോട്, ചാവേർ എന്ന് പറഞ്ഞ ടൈറ്റിലിനോട് 100% നീതി പുലർത്തിയിരിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് ചാവേർ എന്നുള്ളത്. കാരണം വലിയ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി ചെറിയ അണികൾ പോയി കൊല്ലപ്പെടുകയും കൊല്ലാൻ പോവുകയൊക്കെ ചെയ്യുന്ന അത് തന്നെയാണ് ഈ കഥ. ഫ്രെയിമുകളെല്ലാം സൂപ്പർ ഫ്രെയിമാണ്, അത് പറയാൻ പറ്റത്തില്ല. വേറെ ഇത് ആരെന്ത് പറഞ്ഞാലും ഫ്രെയിമുകളെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അടിപൊളിയാണ്. കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. ചാക്കോച്ചൻ്റെ ആയാലും അർജുൻ അശോകൻ്റെ ആയാലും മനോഹരൻ്റെ ആയാലും സജിയുടെ ഒക്കെ ആയാലും അഭിനയം നല്ല രസമുണ്ട്. പിന്നെ വിഷ്വൽസും ക്യാമറയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ രസമുണ്ട്. ഒരു സ്റ്റോറിയിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കൊള്ളാം. ടിനു പാപ്പച്ചൻ്റെ പടം പോലെ ഇല്ല സാധാരണ. നമ്മൾ പുള്ളിക്കാരെടുക്കുമ്പോൾ നമുക്കൊരു ആവേശം കാണുമല്ലോ പടം. ലാസ്റ്റ് അജഗേന്ദ്രനായാൽ പോലും നല്ലൊരു ആവേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു ഫീൽ തോന്നും. പോസിറ്റീവായിട്ട് ക്യാമറ ഉള്ളായിരുന്നു, ലൊക്കേഷൻസ് ഉള്ളായിരുന്നു. കുഴപ്പമില്ല. മേക്കിംഗ് കൊള്ളാം. പക്ഷെ അല്ലാതെ ടിനു പാപ്പച്ചൻ ഒരു ലെവലിലേക്ക് കഥ വന്നിട്ടില്ല. പെർഫോമൻസ് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടത് സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. ടിനു പാപ്പച്ചൻ്റെ നേരത്തെ മൂവിയിലൊക്കെ ഉള്ളതുപോലെ കാണാൻ നല്ല എന്താ പറയുക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നല്ല ഇഷ്ടപ്പെടും. സ്റ്റോറി വൈസ് ഒരു ചെറിയൊരു ത്രെഡേ ഉള്ളൂ. നമുക്ക് കണ്ട് അറിയാവുന്ന സ്റ്റോറിയാണ്. ലാഗ് ഇൻ ദ സെൻസ് എനിക്ക് പേഴ്സണലി ലാഗ് ഫീൽ, ഞാൻ ആ ഒരു തിയേറ്ററിൽ ആ ഒരു എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് ലാഗായിട്ട് ഫീൽ ചെയ്തില്ല. പെർഫോമൻസ് നന്നായിരുന്നു. അത് ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കഥ തന്നെ കാണേണ്ട പടമാണ്. ടിനു പാപ്പച്ചൻ്റെ ഡയറക്ഷൻ എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, എന്നാലും കുഴപ്പമില്ല. അടിപൊളിയാണ്, എല്ലാവരും അടിപൊളി. നല്ല പക്ക സൗണ്ട് എക്സ്പീരിയൻസ്. അടുത്താണ് പടം വൈകിട്ടുണ്ട്. ഏകദേശം കുഴപ്പമില്ല. ലാസ്റ്റ് 10 മിനിറ്റ് പൊളിയാണ്. അത്യാവശ്യം നൈസാണ്. കുഞ്ചാക്കോ നൈസായിട്ടുണ്ട്. കൊള്ളായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. ത്രില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഇത്തിരി പോലെയായിരുന്നു. ബാക്കിയെല്ലാം അഭിനയം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഇത്തിരി ഇതായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഫാമിലി കാണാൻ പറ്റിയതാണ്. ബോറിംഗ്. കാരണം ഒന്നുമില്ല, ഒരു ചെറിയ ത്രെഡിനെ അവർ വലിച്ചിട്ട് വെച്ചേക്കാം. വന്ന് കണ്ടാൽ കുഴപ്പമില്ല, നല്ല പടം. അഭിനയൊക്കെ സെറ്റാണ്, കൊള്ളാം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ടിനു പാപ്പച്ചൻ്റെ ഒരു മേക്കിംഗ് തന്നെയാണ്. ആ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊള്ളാം. പെർഫോമൻസ് വൈസ് ചാക്കോച്ചൻ തന്നെയാണ് സ്കോർ ചെയ്തേക്കുന്നത്. ചാക്കോച്ചൻ്റെ ഒരു അഴിഞ്ഞാട്ടം, ഒരു പൊളിറ്റിക്കൽ അങ്ങനെ ബേസ് ചെയ്താ. പിന്നെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. ആക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് കൊള്ളാം. അഭിനയം ഒരു ആവറേജ് ആയിട്ട് തോന്നി, പക്ഷേ ലുക്ക് ബേസിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്. അഭിനയം കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫിയും മേക്കിംഗ് എല്ലാം ഭയങ്കര രസമായിരുന്നു. ചാക്കോച്ചനും ഓക്കെയാണ്. ഒന്നുമില്ല, പുള്ളിയുടെ പ്രീവിയസ് പടം വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടോ? ഒന്നുമില്ല. ടിനു പാപ്പച്ചൻ്റെ സാധാ പടം പോലെ അല്ല, പടം കുഴപ്പമില്ല. സാധാ പടങ്ങൾ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിലും തിരക്കേടില്ല. ഒരു സ്ലോ മൂവിങ് ആണ്, കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ നൈസാണ്, അത്യാവശ്യം നൈസാണ്. ആവറേജ് ആണ്. ഒരു എന്താ പറയുക, ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ആയാലും പെർഫോമൻസ് ആയാലും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. ടിനുവിൻ്റെ ആദ്യത്തെ 2 പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടി ലെയറിങ്ങിന് ടിനു ശ്രമിച്ചിട്ടുണ്ട്, കുറേ ബ്രില്യൻസ് കാണിക്കാനൊക്കെ. പക്ഷേ ജോയ് മാത്യുവിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഒരു നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് പറയാനുള്ള കഥയേ ഉള്ളൂ. അതിന് മാക്സിമം വലിച്ചു നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു കുറെ കൂടെ ക്ഷമ വേണം. തിയേറ്ററിൽ നിന്ന് സിനിമയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും സാധ്യതയില്ല. എനിക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. പാപ്പച്ചൻ്റെ മേക്കിംഗ് വൈസ് അത്യാവശ്യം നല്ലൊരു മേക്കിംഗ് ആണ് പടത്തിൻ്റെ. അതായത് ടെക്നിക്കൽ സൈഡ്, ക്യാമറ ആയാലും അത് ചെയ്തേക്കുന്ന രീതി ആയാലും നല്ലൊരു രസമുള്ളൊരു മേക്കിംഗ് ആണ്. അതായത് തിയേറ്ററിൽ കാണാനുള്ളൊരു കണ്ടന്റ് ഉള്ളൊരു സിനിമയാണ്.
ഓവറോൾ പെർഫോമൻസ്, ആക്ടേഴ്സിൻ്റെ വൈസ് പെർഫോമൻസ് എല്ലാം നല്ല രീതിയിലെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ തീം ഈ പൊളിറ്റിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സ് നമുക്ക് എനിക്ക് തൃപ്തി തരുന്ന ഒരു രീതിയിലല്ല വന്നേക്കുന്നത്. കുറച്ചും കൂടി ഒരു എന്താ പറയുക, പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. കാരണം ഇപ്പം പടത്തിൻ്റെ കണ്ടൻറ് വൈസ് അല്ല, മേക്കിംഗ് നല്ലതാണ്, പ്രേക്ഷകരും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത്യാവശ്യം പടം ഇപ്പോൾ കയറിപ്പോകുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ പടം ഇറക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലൈമാക്സ്, ബാക്കി ഓക്കെയാണ്, ക്ലൈമാക്സ് ഒന്ന് ശ്രദ്ധിച്ചിറക്കിയിരുന്നെങ്കിൽ എന്നൊരു ചിന്ത എനിക്കുണ്ട്. ചാവേറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് തന്നെ പറയാം. ചാവേറിനെ കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായതുകൊണ്ടാണ്. പിന്നെ അതിൽ കൂടെ തന്നെ മേക്കിങ്ങിൽ ഒരുപാട് ശ്രമം ടിനു നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അത്ര ലെവലിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അജഗജാന്തരമാണെങ്കിലും സ്വതന്ത്ര അർദ്ധരാത്രി ആണെങ്കിലും ഒരുപാട് പ്രതീക്ഷയോടാണ് പോയി കണ്ടത്. ആ പ്രതീക്ഷ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ടിനു ഇങ്ങനെയുള്ള ആളല്ല. ടിനുവിനെ വിചാരിച്ച പലതും നടക്കും. കാരണം ലിജോ കഴിഞ്ഞാൽ അടുത്ത ടിനുവിനാണ് നമ്മൾ പ്രിഫറൻസ് ചെയ്യുന്നത് കൂടുതൽ. കാരണം അയാൾക്ക് പറ്റുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു ലെവൽ ഇതിലോട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഐപ്പ് കൂടുതലാണത്. ഐപ്പ് ഇല്ലാതെ എന്തെങ്കിലും ഇറക്കിയിരുന്നെങ്കിൽ തൽക്കാലം സാറ്റിസ്ഫൈഡ് ആയിട്ടെങ്കിലും പോവായിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും പോവായിരുന്നു. ഈ ഐപ്പ് കൂട്ടി വരുന്ന പടങ്ങളിലെല്ലാം ഗതികേട് ഇതാണ്. എനിക്ക് തോന്നുന്നത് അതാണ് സംഭവം. എനിക്ക് സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഒരു ശത്രുവായിട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു നമ്മൾ കണ്ടുമടുത്ത സബ്ജക്റ്റാണ് സ്ക്രിപ്റ്റ് ഒക്കെ കയ്യിൽ നിന്ന് പോയി. സത്യം സിനിമ മൊത്തത്തിൽ ബോറാണ്, വെറും പന്നപ്പടം. ഒരു 2-20 മിനിറ്റ്, 2.5 മണിക്കൂർ 2 മണിക്കൂർ സിനിമ ഉണ്ട്. ചാക്കോച്ചന് മൊത്തത്തിലൊരു 30-35 മിനിറ്റ് റോളുള്ളൂ. വെറും ബോർ.